നമസ്കാരം കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് തയ്യാറാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു സ്വപ്നം പോലെ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ വസന്തം വന്നപ്പോൾ എന്ന പാഠമാണല്ലേ. എന്തായിരുന്നു ആ പാഠത്തിൽ പറഞ്ഞിരുന്നത്? ഒരു മനോഹരമായ വലിയ പൂന്തോട്ടം. ഒരു ദിവസം അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ ദൂരെയുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന തോട്ടത്തിൻ്റെ ഉടമ തിരിച്ചെത്തുന്നു. ഒരു തടിയനായ മനുഷ്യൻ. അദ്ദേഹം കുട്ടികളെ വിരട്ടി ഓടിച്ചു. എന്നിട്ട് ആ പൂന്തോട്ടത്തിന് ചുറ്റും വലിയ ഒരു മതിൽ കെട്ടി. അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന ബോർഡും വച്ചു. മഞ്ഞുകാലം മാറി വസന്തം വന്നു. എന്നാൽ തടിയൻ്റെ തോട്ടത്തിൽ മാത്രം വസന്തം എത്തിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറേ കാലമായി കേൾക്കാതിരുന്ന കിളിയുടെ ശബ്ദം കേട്ട് അയാൾ ഉറക്കമുണരുന്നു. ഇതുവരെയാണ് നമ്മൾ കേട്ടത്, അല്ലേ? ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയാലോ? അയാൾ ചാടി എഴുന്നേറ്റ് ജനാല തുറന്നു. പൂമണം അകത്തേക്ക് വീശി. തണുപ്പില്ലാത്ത സുഖമുള്ള കാറ്റ്. അയാൾ പുറത്തേക്ക് നോക്കി. ഹായ്, എന്താണ് കാണുന്നത്? അവസാനം എൻ്റെ തോട്ടം പൂത്തല്ലോ. അയാൾ അവിടേക്ക് ഓടി. തോട്ടം നിറയെ പല വർണ്ണത്തിലുള്ള പൂക്കൾ, പാറിപ്പറക്കുന്ന ശലഭങ്ങളും പക്ഷികളും. ഹേ, മരക്കൊമ്പുകൾ നിറയെ കുട്ടികളാണല്ലോ. അയാൾ ചുറ്റും നോക്കി. മതിലിൻ്റെ ഒരു ചെറിയ വിടവിലൂടെ കുട്ടികൾ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. മരച്ചില്ലകൾ അവരെ മാടി വിളിക്കുന്നു. അവർ മരത്തിലേക്ക് ഓടിക്കയറുന്നു. പൂക്കൾ ആടിയുലയുന്നു. പച്ച പുല്ലുകൾക്കിടയിൽ നിന്ന് കുഞ്ഞു പൂക്കൾ തലനീട്ടി പുറത്തു വന്ന് ചിരിക്കുന്നു. പെട്ടെന്നാണ് തോട്ടത്തിന്റെ അങ്ങേ മൂലയിലെ ഒരു മരം അയാളുടെ കണ്ണിൽ പെട്ടത്. അതുമാത്രം പൂത്തിട്ടില്ല. അതിന്റെ ചില്ലകളിൽ ഇപ്പോഴും മഞ്ഞിന്റെ പുതപ്പാണ്. മരച്ചുവട്ടിൽ ഒരു കൊച്ചുകുട്ടി. അവൻ മരത്തിലേക്ക് കൈനീട്ടുന്നുണ്ട്. അവന് കയറാൻ കഴിയുന്നില്ല. മരം ചില്ലകൾ താഴ്ത്തിക്കൊടുക്കുന്നു. എന്നിട്ടും അവന് പിടിച്ചു കയറാൻ കഴിയുന്നില്ല. ചാടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അയാളുടെ മനസ്സലിഞ്ഞു. അയാൾ ഓടിച്ചെന്ന് കുട്ടിയെ എടുത്ത് മരക്കൊമ്പിലിരുത്തി. അത്ഭുതം! മരച്ചില്ലകളിൽ നിന്ന് മഞ്ഞ് അലിഞ്ഞുപോയി. പൂക്കൾ നിറഞ്ഞു. പൂമ്പാറ്റകൾ അങ്ങോട്ട് പാറി വന്നു. കിളികൾ ചില്ലകളിലിരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി. കുട്ടി സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അയാൾ പൊട്ടിച്ചിരിച്ചു. മറ്റു കുട്ടികളെ മാടി വിളിച്ചു. കുഞ്ഞുങ്ങളെ, ഈ തോട്ടം ഇനി നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അവർ സന്തോഷത്തോടെ ഓടിയെത്തി. അയാൾ അവരോടൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്തു. അന്നു തന്നെ ആ വലിയ മതിൽ അയാൾ പൊളിച്ചുമാറ്റി. അപ്പോൾ എന്താണ് പാഠഭാഗത്തിൽ പറയുന്നത്? ഒരു ദിവസം തോട്ടമുടമ മധുരമുള്ള ഒരു പാട്ടുകേട്ട് പുറത്തേക്ക് നോക്കി. തോട്ടം നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അയാൾ തോട്ടത്തിലേക്ക് ഓടി. അവിടെ എന്താണ് അദ്ദേഹം കണ്ടത്? മതിലിന്റെ ചെറിയ വിടവിലൂടെ കുട്ടികൾ കടക്കുന്നത് അയാൾ കണ്ടു. അവർ മരച്ചില്ലകളിൽ കയറുന്നതും അവർ കയറുന്ന മരങ്ങളെല്ലാം പൂക്കുന്നതും അയാൾ കണ്ടു. തോട്ടത്തിലെ ഒരു മൂലയിൽ നിന്ന മരം മാത്രം പൂക്കാതെ നിന്നിരുന്നു. എന്തായിരുന്നു കാരണം? അവിടെ ഒരു കൊച്ചുകുട്ടി മരത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അയാൾ മരച്ചുവട്ടിൽ ചെന്ന് അവനെ മരച്ചില്ലയിൽ ഇരുത്തി. പെട്ടെന്ന് ആ മരത്തിലെ മഞ്ഞ് അലിഞ്ഞുപോയി. മരം പൂക്കളാൽ നിറഞ്ഞു. കുട്ടി സന്തോഷത്തോടെ അയാളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. അയാൾ മതിൽ പൊളിച്ചു മാറ്റി തോട്ടം കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. അപ്പോൾ ഈ പാഠഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രകൃതിയുടെ വരദാനമായ പൂക്കളും പൂന്തോട്ടവുമെല്ലാം ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ മറ്റുള്ളവരുമായി സ്നേഹവും സന്തോഷവും പങ്കിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും പാഠഭാഗം ഇഷ്ടമായോ? നിങ്ങൾ എല്ലാവരും ഈ കഥ വായിച്ചു നോക്കിയിട്ട് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം. പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളിൽ നൽകിയിരിക്കുന്ന സംഭാഷണം എഴുതാം എന്ന പ്രവർത്തനം നിങ്ങൾ തനിയെ എഴുതി നോക്കണം. നമുക്ക് പുതിയ യൂണിറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.
നന്ദി.